എല്ലാവർക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. എങ്ങനെയുണ്ട് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തത്? വീഡിയോസൊക്കെ കണ്ടോ? അമ്മ തൊട്ടിലെന്ന പാഠത്തെക്കുറിച്ച് എന്തെങ്കിലും കമൻസ് ഉണ്ടോ? അതെല്ലാം മനസ്സിലായോ? എന്താണ് പാഠം? ഈ പാഠം ഒരു മകൻ അമ്മയെ വളരെയേറെ വാർദ്ധക്യത്തിലേക്ക് എത്തിയ അമ്മയെ കൊണ്ടുചെന്ന് ഉപേക്ഷിക്കാൻ പോകുന്നതാണല്ലേ. അപ്പോൾ എവിടേക്ക് അമ്മയെ മകൻ ഉപേക്ഷിക്കാൻ തയ്യാറായത്? ഞാൻ പറഞ്ഞു പോയിൻ്റായിട്ട് പഠിക്കണം. ഫസ്റ്റ് വൺ മാള്, രണ്ടാമത് ജില്ലാശുപത്രി, മൂന്നാമത് വിദ്യാലയം, ഇനി നാലാമത് എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത്? അമ്മയെ മകൻ കൊണ്ടെത്തിക്കുന്നത് ഒരു കോവിലിൽ കൊണ്ടുപേക്ഷിക്കാം എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തിലേക്ക്, അതായത് എങ്ങിനി കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധികെട്ട് കരിന്തിരിയാളും വരെയവർ ഒന്നെന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണ് മുന്നിൽ? പുറത്തേക്ക് അശാന്തനായ ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ? അതായത് ഇനി ഞാൻ എവിടെയാണ് അമ്മയെ കൊണ്ടിറക്കേണ്ടത്? ബുദ്ധികെട്ട് കരിന്തിരിയാളും വരെ. അതിൻ്റെ അർത്ഥം അമ്മയുടെ ഓർമ്മ മറയുന്നത് വരെ. വാർദ്ധക്യം അങ്ങറ്റമായി. അതാണ് ഒന്ന് എന്നെ കൊണ്ടുപോകണം എന്ന് ബോധം മറയുന്നത് വരെ അമ്മ മകനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇനി ഒന്ന് കോവിലിൽ കൊണ്ടുപോകണം. പക്ഷേ മകൻ കൊണ്ടുപോയിരുന്നില്ല. എന്നാൽ ഇന്ന് അവിടെ ഉപേക്ഷിക്കാമെന്ന് മകൻ കരുതുന്നു. സംഭവിച്ചത് എന്താണ്? ആരാണ് മുന്നിൽ? പുറത്തേക്ക് അശാന്തനായ ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ? മകൻ്റെ ഈ പ്രവൃത്തിയിൽ അതൃപ്തനായി ഈശ്വരൻ കാറ്റ് കൊള്ളാനിറങ്ങിയതുപോലെ ഒരു കാറ്റിൻ്റെ രൂപത്തിൽ ഈശ്വരൻ തന്നെ മകൻ്റെ പ്രവൃത്തിയിൽ അശാന്തനായി, അതൃപ്തനായി, ഇഷ്ടമില്ലാത്തവനായി, നീരസം പ്രകടിപ്പിച്ചവനായി എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം പറയാം. ഈശ്വരൻ പുറത്തേക്ക് വന്നതുപോലെ മകന് തോന്നുന്നു. ഒരു കാറ്റാണ് വന്നത്. അപ്പോൾ അമ്മയുടെ സ്വയം ബുദ്ധി കെട്ട് കരിന്തിരി ആളും വരെ, അമ്മയിൽ നിന്ന് ഓർമ്മ മറയുന്നത് വരെ അമ്മ ഈ മകനോട് ആവശ്യപ്പെട്ടു ഒന്ന് കൊണ്ടുപോകണം. അപ്പോഴൊന്നും മകൻ കൊണ്ടുപോകാതെ അവിടെ ഉപേക്ഷിക്കാമെന്ന് വെച്ചപ്പോൾ ആരാണ്? ഈശ്വരൻ തന്നെ അതൃപ്തനായി പുറത്തേക്ക് വന്ന് തടയുന്നതായിട്ട് തോന്നുകയും മകൻ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നു. അടുത്ത ഭാഗത്തിലേക്ക്. ഏറെ തണുക്കുന്നു ചില്ല് ഉയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം, അമ്മ വയറ്റത്ത് പറ്റിക്കിടക്കുന്ന ചൂട്, മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം, പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ്റെ മണം. ഇല്ല, എനിക്ക് എൻ്റെ അമ്മയെ കൊണ്ട് ഉപേക്ഷിക്കാനാവില്ല എന്നിങ്ങനെ ചിന്തിച്ചപ്പോഴേക്കും മകൻ്റെ മനസ്സിലേക്ക് ഗ്രഹാതുരത വരുന്നു. എന്താണ് ഗ്രഹാതുരത? ആ പണ്ട് കാലത്തെ ഓർമ്മകൾ മകൻ്റെ മനസ്സിലേക്ക് വരുന്നു. ഏറെ തണുക്കുന്നു, ചില്ല് ഉയർത്തിയിടുമ്പോൾ ഓർത്തു. അതായത് തമ്മയ്ക്ക് തണുക്കാതെ ചില്ലൊക്കെ ഉയർത്തിയിട്ടപ്പോൾ ഓർക്കാണ് പണ്ട് മകന് നന്നായി തണുത്തതും അമ്മയുടെ ദേഹത്തേക്ക് ചേർന്ന് കിടന്നതും അമ്മയുടെ വയറ്റത്തെ ചൂടും അതുപോലെ തന്നെ അമ്മയുടെ ഗന്ധം. ആ അമ്മയുടെ ഗന്ധം മീൻസ് ഓരോ മനുഷ്യർക്കും അവരുടേതായ അവരാക്കുന്ന അവരുടേതായ ഒരു ഗന്ധമുണ്ട്. ആ ഗന്ധം എന്താണ്? സ്വന്തം അമ്മയുടെ ആ ഗന്ധം. അതല്ലാതെ അതിന് ഒരു ദുഷിച്ച ഗന്ധമെന്നോ എന്നൊന്നും അർത്ഥമില്ല. അപ്പം ആ പണ്ടത്തെ കാലങ്ങൾ ഓർക്കുകയാണ്. ഒരു കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ എപ്പോഴും മാതാപിതാക്കളുടെ സാമീപ്യം അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കൂടുതൽ ആധുനിക ജനതയുടെ ഒരു പ്രത്യേകതയാണ് മാതാപിതാക്കളെ തങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള അവരുടെ ഒരു ജന്മവാസന. അത് നല്ലതല്ല. അപ്പോൾ ഈ പണ്ട് അമ്മയായിട്ട് കഴിഞ്ഞതും അതുകൊണ്ടാണ്, ആ ഓർമ്മകൾ ഉള്ളത് കൊണ്ടാണ് അമ്മയെ മകൻ ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ എന്തൊക്കെയോ പണ്ടത്തെ കാര്യങ്ങൾ മകനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അതിന് ഉദാഹരണങ്ങൾ നമ്മൾ പാഠഭാഗത്ത് നിന്ന് പഠിച്ചതാണ്. ജില്ലാശുപത്രിയിൽ ചെന്നപ്പോഴും ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണത്. അപ്പോൾ ഈ തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ തോന്നുവാണ് പണ്ട് തണുത്തപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നതും അതായത് അമ്മയുടെ വയറ്റത്ത് പറ്റിക്കിടന്ന് ആ ചൂട് അനുഭവിച്ചതും, നീ അമ്മയ്ക്ക് അമ്മയുടേതായ ഒരു ഗന്ധമുണ്ട് അതാസ്വദിച്ചതും, നീ വെളുപ്പാൻ കാലം ഓലക്കൊടികൾ പുകയുന്നതിന് മണം. അമ്മ അടുക്കളയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ധൃതി പണിയിലാണ്. നമ്മൾ ഓർക്കണം, മറ്റുള്ളവരെല്ലാം മൂടിപ്പുതച്ച് തണുപ്പ് ആസ്വദിച്ച് സുഖമായി കിടന്നുറങ്ങുമ്പോൾ ഒരു ഒരു യന്ത്രം പോലെ ഒട്ടും ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ തൻ്റെ അധ്വാനഭാരം ഒന്നുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആ അമ്മ. ഓരോ അമ്മമാരും പുതിയ തലമുറ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓരോ അമ്മമാരും
സ്വയം ഒരു യന്ത്രത്തെ പോലെ പ്രവർത്തിക്കുകയാണ് മക്കൾക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും അവരവൻ്റെ എന്തോ ഒരു കടമ, അമ്മയുടെ കടമയാണെന്നുള്ള തോന്നലാണ് ചില കുട്ടികൾക്ക്. അത് പാടില്ല. ആർക്കും അങ്ങനെ ഒരു കടമ എന്ന് തന്നെ പറയാനൊന്നും പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അമ്മയ്ക്ക് കുഞ്ഞുങ്ങളോടുള്ള പോലെ മക്കൾ വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കളെയും നോക്കേണ്ട കടമയാണ്. അത് അവരുടെ കടമയാണത്. അവരുടെ കണ്ണിൽ എണ്ണയൊഴിച്ച് എന്ന് പറഞ്ഞാൽ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മാതാപിതാക്കൾ അവരുടെ അവരുടെ ആയുസിൻ്റെ കൂടുതൽ ഭാഗവും കഠിനാധ്വാനം ചെയ്ത മോനെ അല്ലെങ്കിൽ മോളെ ഏറ്റവും ഏറ്റവും ഉന്നതിയിലെത്തിക്കാൻ ശ്രമിക്കുന്നു അവരുടെ ഭാവി ജീവിതത്തിൻ്റെ. എന്നാൽ മക്കളോ അവർക്ക് അവർക്ക് സ്വയമായി സമ്പാദിക്കാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാറായി കഴിയുമ്പോൾ മാതാപിതാക്കളെ മറക്കുന്നു. ഈ മാതാപിതാക്കളെല്ലാം അന്ന് അവരുടെ ചെറുപ്പകാലത്ത് ഇന്നത്തെ ആധുനിക ജനതകൾ അതായത് ആധുനികരായ തലമുറകൾ പറയുന്ന പോലെ, അല്ലെങ്കിൽ യുവതലമുറ പറയുന്ന പോലെ തിരക്കാണ് എന്ന് പറയുന്നത് പോലെ അന്നവർ തിരക്കാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മളൊക്കെ ഉണ്ടാവുമായിരുന്നോ എന്ന് നാം ഒരു വട്ടം ചിന്തിക്കണമായിരുന്നു. അപ്പോൾ വാർദ്ധക്യത്തെ ശാപമായി കരുതുന്ന ആധുനിക തലമുറയുടെ നേരെയുള്ള എല്ലാവരുമല്ല, വാർദ്ധക്യം എന്നതിനെ ഇതിനെ എവിടെ കൊണ്ട് ഇറക്കണം എന്ന് ചോദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ കൊണ്ടിറക്കേണ്ടു? ഇതൊരു മൃഗങ്ങളെ പോലും മനുഷ്യനങ്ങനെ തോന്നിയവാസം ഒന്ന് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല ഇപ്പോഴുള്ളത്. പക്ഷേ മനുഷ്യനെ അമ്പലനടകളിലും സ്വന്തം മാതാപിതാക്കളെ അമ്പലനടകളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഉപേക്ഷിക്കുന്ന ആധുനിക ജനത യുവതലമുറ, അത് വളരെ വിദ്യാഭ്യാസ സമ്പന്നരെന്നും ഔദ്യോഗിക രംഗത്തൊക്കെ ഉന്നത നിലവാരം പുലർത്തുന്നവരൊക്കെ തന്നെയാണ് മാതാപിതാക്കളെ നോക്കാതെ എവിടെയെങ്കിലുമൊക്കെ വൃദ്ധസദനങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തെരുവോരങ്ങളിലോ ഉപേക്ഷിക്കും തയ്യാറാകുന്നത്. അപ്പോൾ ഇത് ഈ വൃദ്ധരൊരു ശാപമാണെന്ന് കരുതുന്നവർക്ക് നേരെയുള്ള നിശിതമായ വിമർശനം കൂടിയാണ് ഈ കവിത എന്ന് പറയാം. അവസാനം ഈ മകൻ തീരുമാനിക്കുന്നു, ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്ന് പഴി പറഞ്ഞേക്കും, മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. ഈ വരിയിൽ നിന്ന് തന്നെയുണ്ട് ഒന്നിനും കൊള്ളരുതാത്തവൻ. സ്വയം അവനവൻ്റെ കാര്യം തന്നെ പറയാണ്. ആരാണ് ഒന്നിനും കൊള്ളരുതാത്തവൻ എന്ന് പറയുന്നത്? ഭാര്യ. ആരെക്കുറിച്ച്? ഈ മകനെക്കുറിച്ച്, ഈ ഭർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. ഈ കവിതയിലെ മകൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീയുടെ ഭർത്താവാണ്. അപ്പോൾ ഈ സ്വന്തം ഭർത്താവിനെയാണ് കൊള്ളരുതാത്തവൻ, അതായത് അമ്മയുടെ മകനെ. കാരണം എവിടെയും കൊണ്ടുചെന്ന് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകാതെ, അവിടെ ഉപേക്ഷിക്കാതെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ചെയ്യാൻ പോകുന്ന ഡ്യൂട്ടി വേണ്ട രീതിയിൽ ചെയ്യാത്തവൻ എന്നൊക്കെ സ്വന്തം ഭാര്യ പറയാം, എന്നാലും കുഴപ്പമില്ല എന്ന് സ്വയം അങ്ങ് സമാധാനിക്കുകയാണ്. അപ്പോൾ അമ്മയുടെയും ഭാര്യയുടെയും മധ്യത്തിൽ പോയി കഴിയുമ്പോഴുള്ള ആ ബുദ്ധിമുട്ടാണ് ഒരു മകൻ അനുഭവിക്കുന്നത്. ആ മകൻ്റെ തലയ്ക്കകത്താണ് എന്തോ പെരുക്കുന്നു എന്ന് പറയുന്നത്. ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്ന് പഴി പറഞ്ഞേക്കും, മടങ്ങാതെ വയ്യ, എന്നാലും വയ്യ, എനിക്ക് തിരിച്ചു പോകണം. അവൾ പറയെങ്കിൽ പറയട്ടെ, ഭാര്യ പറയെങ്കിൽ പറയട്ടെ എന്ന് മകൻ സ്വയം അനുമാനിക്കുന്നു. ഈ അമ്മയുടെയും ഭാര്യയുടെയും, അമ്മയെ തൃപ്തിപ്പെടുത്തണോ, അമ്മയെ കെയർ ചെയ്യണോ, അമ്മയ്ക്ക് സാന്ത്വനം കൊടുക്കണോ, അതോ ഭാര്യയോട് എതിർത്ത് ഇതിനൊന്നും സാധിക്കുന്നില്ല നിസ്സഹായനായ മകന്. അതുകൊണ്ടാണ് അയാളുടെ തലയ്ക്കകത്ത് എന്തോ പെരുക്കുന്നു. ആകെ വല്ലാതെ അയാൾ ആത്മസംഘർഷം അനുഭവിക്കുന്ന ഒരു മകനെയാണ് റഫീഖ് അഹമ്മദ് അമ്മത്തൊട്ടിൽ എന്ന കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. മകൻ മെല്ലെ തിരിഞ്ഞൊന്ന് നോക്കുകയാണ്. പുറകിലെ സീറ്റിലുണ്ടമ്മ. മെല്ലെ തിരിഞ്ഞൊന്ന് നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ. വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ് മയങ്ങി കിടക്കുന്നു. മകൻ പതിയെ തിരിഞ്ഞു നോക്കുന്നു. അമ്മ സീറ്റിൽ വലത്തോട്ട് മയങ്ങി ചാഞ്ഞു കിടക്കുകയാണ്. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകളെന്തേ അടയ്ക്കാതെ വച്ചമ്മ നിർദ്ദയം. അതായത് വാർദ്ധക്യമായി പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ, ഊർജ്ജസ്വലമായ കണ്ണുകൾ അമ്മയുടെ യൗവനാവസ്ഥയിൽ ഉണ്ടായിരുന്നു. അന്ന് ആ കണ്ണുകളാൽ കാത്തു സൂക്ഷിച്ച് രക്ഷിച്ചതാണ് ഈ മകനെ. ഇന്നമ്മയ്ക്ക് വാർദ്ധക്യമായി. അമ്മ വീണ്ടും കണ്ണുകൾ തുറന്നു വച്ചേക്കാണ്. എന്തേ അടയ്ക്കാതെ വച്ച അമ്മ നിർദ്ദയം.
അമ്മ ഇങ്ങനെ നോക്കി തന്നെ ഇരിക്കുന്നു. അപ്പോഴും അമ്മ ആരുടെ നേരെ നോക്കുന്നു? മകനെ തന്നെ നോക്കിക്കൊണ്ട് ആ അമ്മയുടെ ജീവൻ അവസാന ശ്വാസം കൈവിട്ടുപോയി. അതായത് അമ്മയെ മരണത്തിലേക്കായി പോകുന്നു എന്നാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അമ്മയ്ക്ക് ഈ മകന് അമ്മയെ എവിടെയും ഉപേക്ഷിക്കേണ്ടതായി വരുന്നില്ല. അമ്മയുടെ ജീവൻ തന്നെ, പ്രാണൻ തന്നെ പോകുന്നു. അങ്ങനെ അമ്മത്തൊട്ടിൽ എന്ന കവിത ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും വീഡിയോ കാണുക. സംശയമുണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ.